പാലക്കാട് നഗരത്തിൽ പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കിത്തുടങ്ങി. പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ബയോ മൈനിങ്ങിലൂടെയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് വേൾഡ് ബാങ്കിന്റെ സഹായത്തിൽ ഒരു നഗരസഭ ബയോ മൈനിങ് വഴി മാലിന്യ സംസ്കരണം നടത്തുന്നത്. ഒന്നോ രണ്ടോ അല്ല, 100 വർഷത്തിലേറെ പഴക്കമുണ്ട് പാലക്കാട് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്ക്. സംസ്കരിക്കാനോ തരംതിരിക്കാനോ നടപടി ഉണ്ടാവാത്തതിനാൽ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ മാലിന്യ ശേഖരം. എന്നാൽ ഇവ പൂർണ്ണമായും മാറ്റുന്ന നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ 16 കോടി രൂപ ചെലവിലാണ് ബയോ മൈനിങ്ങിലൂടെ മാലിന്യ സംസ്കരണം ആരംഭിച്ചിരിക്കുന്നത്. വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ ബയോ മൈനിങ് എന്നുള്ളത്. കാലാകാലങ്ങളായിട്ട് കൂടിക്കിടക്കുന്ന ഈ വേസ്റ്റുകൾ മുഴുവനായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ അയക്കുക എന്നുള്ളതാണ് ഈ ബയോ മൈനിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പക്ഷേ വളരെ മഴക്കാലമായിരുന്നു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. ശരിക്കും ഇനിയും എത്രയും പെട്ടെന്ന് ഇനി അടുത്തൊരു മഴ വരുന്നതിന് മുമ്പേ ഇത് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് വേണം എന്നുള്ളതാണ് ആവശ്യം. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS എന്ന കമ്പനിയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത്. മെയ് മാസം 31-നകം മുഴുവൻ മാലിന്യവും സംസ്കരിക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് നഗരസഭയുടെ ഏറെ ശ്രമകരമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഈ ബയോമൈനിങ് പദ്ധതി യാഥാർത്ഥ്യമായത്. NGT നോട്ടിഫിക്കേഷൻ വന്ന ശേഷം കേരളത്തിലെ എല്ലാ ഡാം സൈറ്റുകളും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്താണ് വേൾഡ് ബാങ്കിൻ്റെ ധനസഹായം അനുവദിച്ച് കിട്ടുന്നത്. പക്ഷേ അത് പശ്ചാത്തല സൗകര്യ വികസനത്തിനായിരുന്നു. പാലക്കാട് നഗരസഭയാണ് ഇതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ച് സർക്കാർ കത്ത് നൽകുന്നതും അതായത് ബയോമൈനിങ് പരിപാടി ആരംഭിക്കുവാൻ വേണ്ടി സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതും. പക്ഷേ അതിൻ്റെ ആദ്യഘട്ടത്തിൽ പാലക്കാട് നഗരസഭ ഉണ്ടായിരുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് ശ്രമം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റ് പ്രൊജക്റ്റുകൾ പാലക്കാട് നഗരസഭ ഏറ്റെടുത്തു. തുടർന്ന് മാർച്ച് 6-നാണ് നമ്മൾ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അന്ന് തന്നെ തുടർന്ന് പ്രവൃത്തിയായിരുന്നു. കുറച്ച് ഡിലേ വന്നു. സർക്കാരിൻ്റെ അനുവാദം പോലുള്ള കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് താമസം വന്നു. CTEയുടെ കൺകറൻസ് വേണ്ടി വന്നു. അതിനുള്ള കുറച്ച് ഡിലേ ആയി. നമുക്ക് 16 മണിക്കൂർ ത്രൂ ഔട്ട് വർക്ക് ചെയ്യണം. 16 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് 400 ടണ്ണാണ് പ്രതിദിനം നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി കഴിയുക. അതിൻ്റെ പൂർണ്ണ പ്രവർത്തനത്തിൻ്റെ പുറകിലാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയുള്ളത്. നേരത്തെ പലതവണ ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ പാലക്കാടും മറ്റൊരു ബ്രഹ്മപുരമാവുമോ എന്ന ആശങ്ക ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ള മാലിന്യങ്ങൾ എപ്പോഴാണ് ഇതിന് തീപിടിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്ന് അറിയാത്ത അവസ്ഥ. പാലക്കാട് നഗരസഭയുടെ കാലങ്ങളായുള്ള മാലിന്യ സംസ്കരണ പ്രതിസന്ധിക്കാണ് ബയോ മൈനിങ്ങിലൂടെ പരിഹാരമാവുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.